ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് പ്രിസം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഒരു പുതിയ ടോപ്പിക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. KTU മാത്സുകാരുടെ സെമസ്റ്റർ 3 മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ 2019 സ്കീമാണ് ഇപ്പോഴത്തെ റണ്ണിംഗ് സ്കീം KTUവിനുള്ളത്. അവരുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറും 2016 സ്കീമുകാരുടെ MA 201 എന്ന ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറും, ഈ രണ്ട് പേപ്പറിലെയും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ കോംപ്ലക്സ് അനാലിസിസ് ഈസ് കോമൺ ഇൻ ബോത്ത്. സോ 2016 സ്കീമുകാരുടെ മൊഡ്യൂൾ 1, റൈറ്റ്, മൊഡ്യൂൾ 1 പ്ലസ് മൊഡ്യൂൾ 2. സോ ഇതാണ് ഇപ്പോഴത്തെ റണ്ണിംഗ് സ്കീമിന്റെ മൊഡ്യൂൾ 3. സോ അതുകൊണ്ട് ഈ മൊഡ്യൂൾസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ. Okay. Now I will discuss about the learning methodology. Learning methodology എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, നോ ഡൗട്ട്. കാരണം ഓൾമോസ്റ്റ് ഓൾ സ്റ്റുഡൻസിനും എങ്ങനെയെങ്കിലും മിനിമൽ എമൗണ്ട് ഓഫ് ടൈമിൽ ഈ പേപ്പർ ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ള ഇന്റൻഷൻ ആണുള്ളത്. സോ വിച്ച് ലീഡ്സ് us to the strategy of previous year question papers. 2019 സ്കീമുകാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലായിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എ ലേറ്റസ്റ്റ് സ്കീം. പക്ഷേ അവരുടെ സിലബസിനോടൊപ്പം തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. സോ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തും 2016 സ്കീമുകാരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ സിമിലർ ക്വസ്റ്റ്യൻസും ബേസ് ചെയ്തായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് ടോപ്പിക്, വിച്ച് ഇസ് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ. സോ വാട്ട് ആർ കോംപ്ലക്സ് ഫംഗ്ഷൻസ്? കോംപ്ലക്സ് ഫംഗ്ഷൻസ് എന്താണ്? സി, കോംപ്ലക്സ് ഫംഗ്ഷൻസിന് നമ്മൾ W കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് f of z, which means a function of z. So what is z? See, z നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. Z is x plus iy. It is a complex number, right? Z ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത് ആർഗന്റ് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു പ്ലെയിനിലാണ്. Argand plane. We have x coordinate here, we have y coordinate here in this plane. So see, z ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. z ന്റെ റിയൽ പാർട്ട് ആണ് x, z ന്റെ ഇമാജിനറി പാർട്ട് ആണ് y, റൈറ്റ്? സോ ഇതിനെ നമ്മൾ ഒരു കോർഡിനേറ്റ് ആയി റെപ്രസെന്റ് ചെയ്യും, റൈറ്റ്? സിമ്പിൾ. സോ ഇങ്ങനെ ഉള്ള ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫംഗ്ഷനെയാണ് വി കോൾ ആസ് കോംപ്ലക്സ് ഫംഗ്ഷൻസ്. സേ ഫോർ എക്സാമ്പിൾ z square. Z square is a complex function. Okay, so what is z square? See, f of z equal to z square is a complex function. So ഈ z square അകത്തേക്ക് നമുക്ക് നോക്കാം. See, z square is nothing but x plus iy whole squared. കാരണം എന്താണ്? z is x plus iy. ഞാൻ ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. See now, x plus iy whole square എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? See, it is nothing but a plus b the whole square form, അല്ലെ? So a plus b whole square ന്റെ എക്സ്പാൻഷൻ ഇവിടെ കൊടുത്താൽ മതി. So what it will be? It will be x squared plus iy the whole squared plus 2 into x into iy, right? So now it will be x square plus iy the whole square. What is it? Iy the whole square is nothing but it is I squared into y squared, right? So see, basically I is root of -1, so I square will be root of -1 the whole square, and the answer is -1. So ഇവിടെ നമ്മൾക്ക് -y square എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, പ്ലസ് I into 2xy എന്ന് റീഅറേഞ്ച് ചെയ്യാലോ. ഞാൻ ഈ ഐനെ ഇവിടെ എടുത്ത് എഴുതി. എന്തിനാന്ന് വെച്ചാൽ സി, ദിസ് പോർഷനെ, ഈ പോർഷനെ നമുക്ക് അഗെയിൻ ഒരു റിയൽ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് അതിനകത്ത് ഐ ഇല്ല, യു എന്ന് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ടിനെ
we can represent as a v. എന്തിനു വേണ്ടിയിട്ടാണ്? See, ഇതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് ജസ്റ്റ് മാറ്റിയിരിക്കുന്നു. സോ f of z equal to z square അല്ലെങ്കിൽ എനി കോംപ്ലക്സ് ഫംഗ്ഷനെ നമുക്ക് u plus iv ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സി ഇതുപോലെയുള്ള വേറെ ഫംഗ്ഷൻസ് ആണ് e raised to z, cos z, sin z, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതിനെല്ലാം u plus iv ഫോർമാറ്റിൽ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ ബേസിക് ഓഫ് what is a complex function. So students, now let's discuss the topic differentiability and Cauchy-Riemann equations. This Cauchy-Riemann equations is very important. നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് questions ഉണ്ടാവും. See, so differentiability first. Differentiability of the complex function. അതിനെ നമ്മൾ f dash of z എന്ന് represent ചെയ്യും. കാരണം f of z ആണ് complex function. അതിന്റെ ഡിഫറൻഷ്യലിനെ dash ഇട്ട് represent ചെയ്യുന്നു, right? Now the equation is limit delta z tending to 0 f of z plus delta z minus f of z by delta z. See, z ന്റെ സ്ഥാനത്ത് x വന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോവർ ക്ലാസ്സസിൽ. സോ ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ഫോർ ഡെറിവേറ്റീവ്. Now, see ഡെറിവേറ്റീവിന്റെ ഒരു പ്രത്യേകത ഉള്ളത്, see ഈ ഡെൽറ്റ z ടെൻഡിങ് ടു 0 അത് ഏത് പാത്തിൽ കൂടി 0 ആയാലും, അതായത് ഇപ്പോ ഡെൽറ്റ z 0 ആകുന്നത് ഇവിടെ എത്തുമ്പോഴാണ് z ന്റെ വാല്യൂ 0 ആവുന്നത്, റൈറ്റ്? സോ അത് സി x ആക്സിസിൽ കൂടെ 0യിലേക്ക് വരാം, നൗ y ആക്സിസിൽ കൂടെ 0യിലേക്ക് വരാം, ശരിയല്ലേ? അതായത് ഈ ഡെൽറ്റ z ടെൻഡിങ് ടു 0 സംഭവിക്കുന്നത് x ആക്സിസിൽ കൂടെ ആകാം, y ആക്സിസിൽ കൂടെ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തിലൂടെ ആകാം. ഏത് പാത്തിലൂടെ വന്നാലും ഈ ഡെറിവേറ്റീവിന്റെ ആൻസർ മാറോ? ഇല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും കോസ് എക്സ് ആണ്, സൈൻ ഇസഡിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും കോസ് ഇസഡ് ആയിരിക്കും. സോ ഡെറിവേറ്റീവിന് ഏത് ഡയറക്ഷനിലൂടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയാലും അതിന്റെ ആൻസർ മാറത്തില്ല. സോ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തിനാണ് നമുക്ക് നോക്കാം. കാരണം അതിലൂടെയാണ് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്. സോ മാത്തമാറ്റീഷ്യൻസ് ചെയ്തത് ഇങ്ങനെയാണ്, അവര് ആദ്യം എലോങ് എക്സ് ആക്സിസ് ആണ് ചൂസ് ചെയ്തത്. സോ അവരങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് എലോങ് എക്സ് ആക്സിസ് z tend to 0 അങ്ങനെ സംഭവിച്ചപ്പോൾ സി ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. എഫ് ഡാഷ് ഓഫ് z എന്ന് പറയുന്നത് ഇങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് കിട്ടി. ഇതിന്റെ പുറകിൽ ഒരു പ്രൂഫ് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾക്ക് കോഷി റീമാൻ ഇക്വേഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. നൗ along y axis ഇത് ചെയ്തപ്പോൾ f dash of z ന്റെ വാല്യൂ ഇങ്ങനെ കിട്ടി. നിങ്ങൾ തൽക്കാലം ഇത് അറിഞ്ഞിരുന്നാൽ മതി, കാരണം കോൺസെപ്റ്റ് അറിയാൻ വേണ്ടിട്ട് മാത്രമാണ്. സോ ഇങ്ങനെയാണ് കിട്ടിയത്. സോ ഞാൻ എന്താണ് പറഞ്ഞത്, ഡിഫറൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ആൻസേഴ്സും സെയിം ആയിരിക്കണം. കാരണം ഏത് റൂട്ട് എടുത്താലും ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടണം. അതായത് ഇത് രണ്ടും സെയിം ആയിരിക്കണം. ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും സെയിം ആകണം. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് സെയിം ആകണം. എന്നാലല്ലേ ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും സെയിം ആവുള്ളൂ. സോ അതിൽ നിന്ന് വി ക്യാൻ സെലക്ട് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് ഈക്വൽ ആകണം, ഡോ വി ബൈ ഡോ വൈ ആയിട്ട് ഈക്വൽ ആകണം. അതുപോലെ ഈ ഡോ വി ബൈ ഡോ എക്സ് എന്തായിട്ട് ഈക്വൽ ആകണം, മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ആയിട്ട് ഈക്വൽ ആകണം. ശരിയല്ലേ? കാരണം ഈ പോർഷനും സെയിം ആകണം, ഈ പോർഷനും സെയിം ആകണം, എന്നാലേ ഇത് രണ്ടും ഈക്വൽ ആകുള്ളൂ. സോ സി ഈ യു എക്സിനെ, ഇത് ഡോ യു ബൈ ഡോ എക്സിനെ നമ്മൾക്ക്
യു എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, റൈറ്റ്? കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട് യുവിനെ എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ യു സഫിക്സ് എക്സ്, യു എക്സ് ഈക്വൽ ടു വി വൈ, റൈറ്റ്? വി വൈ യു വൈ ഇങ്ങനെയാണ് കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. These two equations are called the Cauchy-Riemann equations. These are very, very important.